ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, മാഡം എൻ്റെ അമ്മ, അതുപോലെ തന്നെ സാർ എൻ്റെ അച്ഛനുമാണെന്ന്. അപ്പോൾ ഇപ്പം പറഞ്ഞൊരു ആട്ടാട്ടു കേട്ടോ. അപ്പോഴും ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയ സ്ഥാനം ഞാൻ എന്തായാലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. വൈജയന്തിയുടെയും ബാലചന്ദ്രമേനോന്റെയും മകൾ എന്നുള്ള സ്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ നിലം മറന്ന് തുള്ളല്ലേ, നിലത്ത് നിൽക്ക് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അലീന സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ ഇറങ്ങാൻ നോക്കുക, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും കേട്ടോ. അപ്പോൾ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ വന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്, കമലയുടെ അടുത്തേക്ക് പോവേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഡത്തിൻ്റെ വാശിയാണ് ഇതിനെല്ലാം കാരണം. മാഡത്തിന് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് അടങ്ങും, അപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കൊല്ലപ്പള്ളിയിലേക്കും വരാം, അച്ഛനെ കൂട്ടി വരാമെന്ന് പറയുമ്പോൾ അച്ഛനോ എന്നിങ്ങനെ ചോദിക്കട്ടോ മുത്തശ്ശി. അതെ, ഞാനത് വെറുതെ വിളിക്കുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണ്. ഇന്നലെ വരെ ഞാൻ അനാഥയായിരുന്നു, അപ്പോൾ എനിക്ക് മകൾ എന്നുള്ളൊരു സ്ഥാനം തന്ന് എന്നെ അംഗീകരിച്ചത് അച്ഛൻ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയൂ കേട്ടോ. പിന്നീട് എന്തായാലും മുത്തശ്ശീനെ കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് വീൽ ചെയറിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഒരു കൈ കൊണ്ട് പിടിക്കാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി എണീക്കുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിൽ നല്ല പേടി കിട്ടും. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് വൈജയന്തി അലീനയോട് പിടിക്കേണ്ടെന്ന് പറഞ്ഞ് വീണതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും അലീനയോട് മുത്തശ്ശി പിടിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അന്നത്തെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇവളുടെ ആ ഒരു ഒറ്റ കൊണ്ടാണ് ഞാൻ വീണ്ടും കിടപ്പിലായത്, അതുകൊണ്ട് നീ കൂടെ പിടിക്കുകയെന്ന് പറയും. അപ്പോഴാണ് കേട്ടോ അലീന മടിച്ച് പിടിക്കുന്നത്. വൈജയന്തി ആണെങ്കിൽ ഒന്നും പിടിക്കാനൊന്നും പറയുന്നില്ല, ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും പിന്നീട് അലീനയും വൈജയന്തിയും കൂടെ പിടിച്ച് മുത്തശ്ശീനെ കാറിൽ കൊണ്ട് കയറ്റുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയുടെ ബാഗ് എടുക്കാനായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പം മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പോയിട്ട് വരാമെന്നൊന്നും പറയുന്നില്ല, പോകുന്നത് കമലയുടെ അടുത്തേക്കല്ലേ, ഇനിയിപ്പോൾ തിരിച്ചു വരുമോന്നും അറിയില്ല എന്ന് പറയും. അപ്പോഴേക്കും വൈജയന്തി പിന്നീട് ബാഗൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയോട് മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നത്? അപ്പോൾ ശിക്ഷിക്കാനോ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ ആ കമലയുടെ അടുത്തേക്കല്ലേ കൊണ്ടുപോകുന്നത്, അപ്പോൾ പിന്നെ രക്ഷിക്കാനല്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ അവരെ അവിടുന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോവും. അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും സങ്കടപ്പെട്ട് പിന്നെ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് ഡോറിനിങ്ങനെ തട്ടിയിട്ട് അച്ഛ എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ബാലചന്ദ്രൻ ആ കയറി വാന്ന് പറയും കേട്ടോ. അപ്പോഴാണ് അകത്തേക്ക് അലീന കയറി ചെല്ലുന്നത്. അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എന്ത് ചെയ്യാന്ന്. അപ്പോൾ കടയിലെ കണക്കൊക്കെ നോക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. എന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കിയപ്പോൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ നടന്നത്, എന്താ പുറത്ത് വല്ല ബോംബും പൊട്ടിയോ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ആ ഒരു ചെറിയ ബോംബ് പൊട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ അലീന പറയും കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശീനെയും കൊണ്ട് മാഡം ഇങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞെന്ന് പറയും. അപ്പോൾ കൊല്ലപ്പള്ളിയിൽ എന്താ വിശേഷം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു വിശേഷവും ഇല്ല, മുത്തശ്ശീനെ ഹോസ്പിറ്റലിൽ കാണിച്ച് എന്തായാലും കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞത്, മുത്തശ്ശിയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് മാഡം എന്ന് പറയും. അപ്പോൾ സ്ഥിര താമസത്തിനാണല്ലേ, അപ്പം നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയും. വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ കൂടെ അലീനയോടും പോകാൻ പറഞ്ഞല്ലോ വൈജയന്തി, അപ്പൊ അതും ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കും, എന്നിട്ട് നീ എന്താ പോവാതിരുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് പേഷ്യന്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പോവാതിരുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ഒന്ന് പോയി നോക്കണമായിരുന്നു, മുയലിന്റെ ചെവിയിൽ തൂക്കി പിടിച്ച് കൊണ്ടുവരുന്ന പോലെ ഇവിടെ തൂക്കി കൊടുന്ന് വെക്കുന്ന കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പൊ മുയലിന്റെ ചെവിയിലാണോ നമ്മൾ പിടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതിന്റെ ശരീരം നല്ല ഇങ്ങനെ ഇളം ശരീരമല്ലേ, അപ്പൊ നമ്മൾ പിടിക്കുമ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അതിനെ ചെവിയിൽ പിടിച്ച് ഇങ്ങനെ എടുക്കുന്നതെന്ന് പറയും കേട്ടോ. അതുകൊണ്ടാണ് മുയലിന് വലിയ ചെവി കൊടുത്തിരിക്കുന്നതെന്നൊക്കെ അലീന പറയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന പറയുകയാണ്, മാഡത്തിന്റെ ടാർഗറ്റ് ഞാനാണെന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അത് ഉറപ്പല്ലേ, നമ്മളോട് രണ്ടുപേരോട് ഒരു കാര്യം മാത്രമേ അവർക്ക് പറയാനുള്ളൂ, ഒന്നിൽ ഇറങ്ങി പോകണം അല്ലെങ്കിൽ ഇറക്കി വിടണം, ഇത്രേ പറയാനുള്ളൂ. നമുക്ക് പല സൈഡിൽ നിന്നും ആക്രമണങ്ങൾ വരും, അതുകൊണ്ട് നമ്മളിങ്ങനെ കയ്യും കെട്ടി ഇവിടെ ഇരുന്നാൽ മതി, നമ്മളെ ഇറങ്ങി പോവോ ഇല്ലല്ലോ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ കൂടെ അച്ഛനില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്കൊരു സമാധാനം ആവുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് വൈജയന്തി മുത്തശ്ശീനെയും കൊണ്ട് കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കമലേനെയും കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വീൽ ചെയർ എടുത്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ വീൽ ചെയറുമായിട്ട് കമല വരികയാണ് കേട്ടോ. കമലയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല, മുത്തശ്ശി അവിടേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വൈജയന്തി കമലേനെയും കൂടെ ഒന്ന് മുത്തശ്ശീനെ പിടിക്കാൻ വേണ്ടി വിളിക്കും കേട്ടോ. അപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ വന്ന് പിടിക്കുകയാണ്. കമലയാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നല്ല വേദനയൊക്കെ ഉണ്ട്, കാലിനാണെങ്കിലും ബെൽറ്റൊക്കെ ഊരിയിട്ടുണ്ട്. അപ്പം അമ്മ ഒന്ന് കാല് നിരത്തി കുത്തി നോക്ക്, ശരിയാവും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും
രണ്ടുപേരും കൂടെ താങ്ങി പിടിച്ച് എന്തായാലും സിറ്റ് ഔട്ടിലേക്ക് കയറ്റുന്നുണ്ട്, വീൽ ചെയറിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുകയെ, അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നടക്കാനൊക്കെ പറ്റും, എന്തായാലും എന്നും ഫിസിയോതെറാപ്പി ചെയ്യണം, മർമാണി വൈദ്യനെ കൊണ്ട് ചെയ്യിച്ചാലും മതി, രാവിലെയും വൈകിട്ടും കുഴമ്പിടണം, തൈലം തേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കമലയ്ക്കാണെങ്കിലും വലിയ താല്പര്യമൊന്നും ആവുന്നില്ല. ഇനിയിപ്പോൾ കിടപ്പിലായി പോവോ എന്നുള്ള സംശയം മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയും അമ്മയ്ക്ക് ഇപ്പോഴും കിടപ്പിലായി പോവോ എന്നുള്ള പേടിയാണെന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിയുടെ പഴയ റൂമിലേക്ക് കൊണ്ടുപോകാണ്. അപ്പൊ കമല ചോദിക്കുന്നുണ്ടായിരുന്നു എവിടേക്ക് അമ്മേനെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പൊ അമ്മയുടെ പഴയ റൂമിലേക്ക് എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നീട് അവിടെ ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല ബെഡില്, അപ്പൊ അതില് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ താമസാക്കാൻ പോവാണോ എന്നുള്ളൊരു സംശയം കമലയ്ക്ക് ഉണ്ട്. അപ്പൊ അതെന്തായാലും വൈജയന്തി പറയുകയും ചെയ്യുന്നുണ്ട്, അമ്മ ഇവിടെ കുറച്ച് ദിവസം കാണും എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന എന്താ അവളുടെ ഹോം നേഴ്സ് പണി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ അവള് നിർത്തിയിട്ടൊന്നുമില്ല, ഇവളുടെ വാശി കൊണ്ടാണെന്ന് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കമലയ്ക്ക് മുത്തശ്ശീനെ നോക്കാൻ ഒട്ടും താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ മുത്തശ്ശി അങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ചിലപ്പോൾ ഞാനും ഇങ്ങോട്ട് താമസം മാറ്റിയേക്കും, അലീന അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ടാണ് അമ്മേനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്, ചിലപ്പോൾ ഞാനും എൻ്റെ മക്കളും കൂടി ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനോ എന്ന് കമല ചോദിക്കുമ്പോൾ അതെ ഇതിന്റെ തറവാടല്ലേ, ഭാഗമൊന്നും നടന്നിട്ടില്ലല്ലോ എന്നാട്ടോ കമല പറയുന്നത്. ഇനിയിപ്പോ എൻ്റെ ആങ്ങളമാരെല്ലാരും കൂടി അവളെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ അമ്മേനെയും കൊണ്ട് തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ആണെങ്കിലും അമ്മയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരട്ടെ, കമലയിട്ടെത്തി ഈ ബെഡിലൊന്ന് ഷീറ്റ് വിരിക്കുന്നു പറഞ്ഞ് അവിടുന്ന് പോകട്ടോ. അപ്പൊ കമലയാണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു അവസാനം എൻ്റെ അടുത്ത് തന്നെ എത്തിയില്ലേ, ഇവിടെ ഞാൻ അധികം നാൾ കിടത്തില്ല എന്നിങ്ങനെ പറയൂട്ടോ. അപ്പൊ മുത്തശ്ശിക്കാണെങ്കിലും ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ കമല അങ്ങനെ പറഞ്ഞപ്പോൾ. പിന്നീട് രാത്രി രോഹിത്ത് വൈജയന്തിനെ കാണാനില്ലാത്തതുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എവിടെയാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കൊല്ലപ്പള്ളിയിലാണ്, ഞാൻ അമ്മേനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്, ഇനിയിപ്പോ മുത്തശ്ശി അങ്ങോട്ട് താമസം മാറ്റിയോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അതെ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റി, ഇതിപ്പോ അമ്മേനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി നമുക്ക് തോന്നാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ കൊല്ലപ്പള്ളിയിൽ നിൽക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പൊ വരുന്നില്ലാലെ നീ ഗേറ്റ് അടയ്ക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഗേറ്റ് അടച്ചോളാൻ പറയൂട്ടോ വൈജയന്തി. എന്നിട്ട് നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു, എനിക്ക് അവളുണ്ടാക്കിയ ഒരു കോപ്പും വേണ്ടാന്ന് പറയട്ടോ. അപ്പൊ അതാണ് ആണത്തം എന്നൊക്കെ രോഹിത്തിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ബബിതയും കൃഷ്ണമോളും അവളുണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിന്നാ തോന്നുന്നു എന്ന് പറയുമ്പോൾ അവര് പെൺകുട്ടികളല്ലേ, രാത്രി പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജയന്തി വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ബബിതയാണെങ്കിലും വൈജയന്തി വന്ന ഉടനെ തന്നെ ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഒരു കാര്യം അറിഞ്ഞോ, ഞങ്ങളുടെ അച്ഛനെ അവളെ അച്ഛ എന്നാണ് വിളിക്കുന്നതെന്ന് പറയൂട്ടോ. അപ്പൊ അച്ഛ എന്നൊന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഞാൻ ശരിക്കും നേരിട്ട് കേട്ടതാണ് അവള് വിളിക്കുന്നത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അമ്മ അവളോടൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം അങ്ങനെ വിളിക്കരുത് എന്നുള്ളത്, ഞങ്ങൾക്കാണ് അതിന്റെ നാണക്കേട്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അച്ഛനെ വിളിക്കാൻ വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഒരു മറയാണ്, മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെന്താ ബുദ്ധി ഇല്ലാത്തവരാണോ എന്നൊക്കെ പറയും, ഇതെല്ലാം ഞാൻ നിർത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് ദേഷ്യത്തിൽ പോവാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ അലീനയാണെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അലീനയോട് വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് സമയം മുകളിലാണല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അല്ല താഴെയാണെന്ന് പറയും. എന്നിട്ട് അലീന മുത്തശ്ശീനെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ടോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിനോട് ചോദിക്കുമ്പോൾ നീ കാരണമാണ് എനിക്ക് അമ്മേനെ അവിടെ കൊണ്ടുവിടേണ്ടി വന്നത് എന്നാണ് കേട്ടോ വൈജയന്തി അലീനയോട് പറയുന്നത്. അപ്പോൾ അലീന പറയും ഞാൻ എന്ത് ചെയ്തിട്ടാ, മാഡത്തിന്റെ വാശിയാണ് എല്ലാത്തിനും കാരണം, ഞാൻ മാഡത്തിനോട് എത്ര തവണ പറഞ്ഞു ഇങ്ങനെ വാശി കാണിക്കല്ലേ, മാഡം ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്താലേ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയോട് വൈജയന്തി പറയുന്നത് നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അമ്മേനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അലീന പറയും ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ മുത്തശ്ശി അവിടെ കിടന്ന് നരകിക്കുമല്ലോ, സ്വന്തം അമ്മേനോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കേട്ടോ, മാഡത്തിന്റെ ജീവിതത്തിൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അലീനയോടാണെങ്കിലും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എനിക്കും ആൾബലും ബന്ധുബലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴും അലീന പറയുന്നുണ്ടായിരുന്നു മാഡം ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കല്ലേ, മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തോറ്റു പോവുകയുള്ളൂ, സ്നേഹത്തിൻ്റെ മുന്നിലില്ലാതെ ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ. അപ്പോൾ ആരെ സ്നേഹിക്കാനോ, നിന്നെ ഞാൻ സ്നേഹിക്കാനോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി അലീനയോട് ചോദിക്കുമ്പോൾ എന്നെ സ്നേഹിക്കേണ്ട, എന്നെ വെറുതോ, എനിക്കത് ശീലമായി എന്ന് പറയാണ്. അച്ഛനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ആരുടെ അച്ഛനടി എന്നിങ്ങനെ വൈജയന്തി ദേഷ്യത്തോട് ചോദിക്കാട്ടെ അലീനയോട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് അവസാനിച്ചത്. പിന്നെ പ്രമോല് വൈജയന്തിനോട് അലീന പറയുന്നുണ്ടായിരുന്നു മാഡം എന്നോട് എന്തൊക്കെ ചെയ്താലും എനിക്ക് മാഡത്തിനോട് ഒരു തരി പോലും ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ വൈജയന്തിയുടെ ദേഷ്യവും വാശിയൊക്കെ കണ്ടിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു അമ്മ ആരോടെ മത്സരിക്കുന്നതെന്ന് അമ്മയ്ക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതൊന്നും വൈജയന്തിക്ക് അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനെ കൃഷ്ണമോളെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തും ബബിതയൊക്കെ അമ്മയുടെ കൂടെയാണെന്ന് കൃഷ്ണമോളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ബാലേന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ 3 പേരും നമ്മൾ 3 പേരും അത് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.